കഴിഞ്ഞ കൊല്ലം നമ്മൾ C++ലെ എലമെൻ്ററി ഡേറ്റ ഐറ്റംസ് അല്ലെങ്കിൽ ബേസിക് ഡേറ്റ ഐറ്റംസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു അത്? ഇൻറ്റിജേഴ്സ്, ഫ്ലോട്ട്, ക്യാരക്ടേഴ്സ് ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വേരിയബിൾ വേണം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു വേരിയബിൾ വേണം, അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. നമ്മളെന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള ഈ ബേസിക് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് C++ലുള്ളത്. ഇപ്പോൾ പല ലാംഗ്വേജിലും ഇതുപോലെ ബേസിക് ഡേറ്റ ടൈപ്പ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് യൂസറിന് തന്നെ ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാം. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് C++നകത്തുള്ള ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ആയിരുന്നു. അതിനകത്ത് തന്നെ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ ടൈപ്പ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായൊരു ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് വെക്കാം. അതിനുവേണ്ടി തന്നേക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് സ്ട്രക്ചേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് ഈ സ്ട്രക്ചറിൻ്റെ ആവശ്യം വരുന്നത്? സപ്പോസ് നമുക്കൊരു ഡേറ്റ് എൻട്രി ചെയ്യണം വിചാരിക്കുക. ഡേറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയോ നിങ്ങൾ. 10/02/1997, അതായത് 10/2/1997. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സിംഗിൾ ഡേറ്റയാണ് അല്ലേ? ഡേറ്റ് എന്നൊരു സിംഗിൾ ഡേറ്റയാണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം? നമുക്ക് സ്ലാഷ് എന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അല്ലെങ്കിൽ 10/02/1997 എന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അറേസ് ഉപയോഗിച്ച് പറ്റും, ക്യാരക്ടർ അറേ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്താൽ, അങ്ങനെ ക്യാരക്ടർ അറേ ആയിട്ട് സ്റ്റോർ ചെയ്താൽ നമുക്ക് വേറെ ചില കണക്കുകൂട്ടലൊന്നും പറ്റില്ല. അതായത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ഇന്നത്തെ ഡേറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ന് എത്ര വയസ്സുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വേണം? ഡേറ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. കറണ്ട് ഡേറ്റിൽ നിന്നും അയാൾ ഡേറ്റ് ഓഫ് ബർത്ത് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ന്യൂമറിക് ഓപ്പറേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് ക്യാരക്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേറെ മാർഗം കണ്ടെത്തണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെയുള്ള ഡേറ്റ് പോലെ ഇതുപോലെ വേറെ ഉണ്ട്. ഇതുപോലെയുള്ള ഓരോ ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനായിട്ട് C++ൽ തന്നേക്കുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അതിനകത്തുള്ളതാണ് സ്ട്രക്ചേഴ്സ്. ഇപ്പം നമ്മുടെ ഡേറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഡേറ്റിൽ 3 കമ്പണൻ്റ് ഉണ്ട്. ഒന്ന് ഡേ, നമുക്ക് 10 ഡേ തന്നേക്കുന്നത്. പിന്നെ മന്ത്, നോട്ട് 2, അതായത് 2ാം മാസം. ഇയർ 1997. കണ്ടോ? ചിലപ്പോൾ നമുക്ക് വേണ്ടത് 10 ഫെബ്രുവരി 1997 ആയിരിക്കും. അങ്ങനെ എഴുതാമല്ലോ, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡേറ്റ ടൈപ്പ് വേണം. അതിനുവേണ്ടിയാണ് C++ൽ സ്ട്രക്ചേഴ്സ് തന്നേക്കുന്നത് അല്ലേ? വേറെ എക്സാമ്പിൾ നോക്കിയോ. നമുക്ക് ഒരാളുടെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് തന്നെ നോക്കിയോ. നിങ്ങളുടെ അഡ്രസ്സിൽ പല പോർഷൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയുള്ള? എന്തൊക്കെയുള്ളത്? നമ്മുടെ പേരുണ്ടാവും, വീട്ടുപേരുണ്ടാവും, സ്ഥലമുണ്ടാവും, ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും, സ്റ്റേറ്റ് ഉണ്ടാവും, പിൻകോഡ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ പേര്, പിന്നെ വീട്ടുപേര്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഇതെല്ലാം എന്തായിരിക്കും? ക്യാരക്ടർ അറേ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ പിൻകോഡോ, അത് ന്യൂമറിക്കാണ്. ഇന്ത്യയിലെ പിൻകോഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കാണ്. പക്ഷേ പുറത്തെ പിൻകോഡാണെങ്കിലോ ന്യൂമറിക്കാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്തരം ഡേറ്റ സൂക്ഷിക്കാനായിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ്, അതായത് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ എങ്ങനെ വേണമെന്ന് പറയാൻ പറ്റുന്ന ഡേറ്റ ടൈപ്പ് വേണം. അതാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്.
അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എത്തരം ഡേറ്റയാണ് നമ്മൾ ഇതുപോലെ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഡേറ്റ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസാണ് നമ്മൾ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഡേറ്റിനകത്ത് ഡേ, മന്ത്, ഇയർ ഇത് മൂന്നും ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു അഗ്രിഗേറ്റ് ഡേറ്റ എന്ന് പറയും, അഗ്രിഗേറ്റ് ഡേറ്റ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡേറ്റ. കാരണം ഇതിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റ ഉണ്ട്, മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും ആകത്തുക അഗ്രിഗേറ്റ് ആണ് നമുക്ക് എന്താ പറയുക, ഒരു ഡേറ്റ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഡേ മാത്രം ഉണ്ടെങ്കിൽ ഡേറ്റ ഇൻകംപ്ലീറ്റ് ആണ്, മന്ത് മാത്രമുള്ളെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്, ഇയർ മാത്രമുള്ളെങ്കിലും ഇൻകംപ്ലീറ്റ് ആണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ആണ് അഗ്രിഗേറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. കോമൺ ഡേറ്റ എന്ന് പറയുന്നത് അതിന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡേറ്റയിൽ ഒന്നിലധികം കമ്പണൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള ഡേറ്റാസാണ് നമ്മൾ സാധാരണഗതിയിൽ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ the data types defined by user to represent data of aggregate nature are generally known as user defined data type. ഇത് വൺ വേർഡ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. The data types defined by user to represent data of aggregate nature are generally known as user defined data type. ഓക്കെ, ഇനി നമ്മൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് ഓഫ് C++ ടു റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് അണ്ടർ എ കോമൺ നെയിം. അതായത് ലോജിക്കലി റിലേറ്റഡ്, അതായത് പരസ്പര ബന്ധമുള്ള, ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ള കുറേ ഡേറ്റാസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പൊതുവായ പേര്, കോമൺ നെയിം കൊടുത്ത് അത് വെക്കുന്നതിനാണ് നമ്മൾ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഡേറ്റിനകത്തുള്ള ഡേ, മന്ത്, ഇയർ ഇത് തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? ഡേയും മന്തും ഇയറുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ലോജിക്കൽ റിലേഷൻ. പിന്നെ പറഞ്ഞെന്താ, ഒരാളുടെ അഡ്രസ്സ്, അതിനകത്ത് ഒരാളുടെ പേരുണ്ട്, എന്താണ് സ്ഥലത്തിൻ്റെ പേരുണ്ട്, വീട്ടുപേരുണ്ട്, പിൻകോഡുണ്ട്, അയാളുടെ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ്, ഈ ഡേറ്റകളൊക്കെ പരസ്പര ബന്ധമുണ്ട്. കാരണം ഇയാളുമായിട്ട് ആ ഡേറ്റ മൊത്തം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇയാളുടെ വീട്, ഇയാളുടെ പേര്, അയാളുടെ വീട്ടുപേര്, അയാളുടെ സ്ഥലം, അയാളുടെ പിൻകോഡ്, ഇതെല്ലാം അയാളുടെയാണ്. അപ്പോൾ ഈ ഡേറ്റാസൊക്കെ തമ്മിൽ ലോജിക്കൽ റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ ഈ ലോജിക്കൽ റിലേഷനുള്ള ഡേറ്റയെ മൊത്തം നമ്മൾ ഒരുമിച്ച് ഒരു കോമൺ നെയിമിൽ വെക്കുന്നതാണ്. ഇതാണ് സ്ട്രക്ചർ. ഈ ഡെഫിനിഷൻ പഠിച്ചോണം. Structure is a user-defined data type of C++ to represent a collection of logically related data items which may be of different types under a common name. അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറേസ്. +1 പഠിച്ചിട്ടുണ്ട്. അറേസ് എന്താണ്? അറേസും ഇതുപോലെ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, പക്ഷേ എല്ലാത്തിനെയും ടൈപ്പ് സെയിം ആയിരുന്നു. ഇൻറ്റ് A10 എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, A10 എന്നാൽ 10 എലമെൻറ്റ് ഉണ്ട്, 10ഉം ഒരേ ടൈപ്പാണ്, ഇൻറ്റിജർ. ഓക്കെ, ചാർ നെയിം 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നെയിം എന്ന് പറഞ്ഞാൽ ഒരു അരയാണ്. അതിനകത്ത് 20 ലൊക്കേഷൻസ് ഉണ്ട്. ആ 20 ലൊക്കേഷൻസും ക്യാരക്ടർ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലേ? ഇതങ്ങനെയല്ല, നമുക്കിതിനകത്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാം. അതാണ് സ്ട്രക്ചേഴ്സ്. ഇതാണ് സ്ട്രക്ചറും അരയായിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ്. പിന്നെ ഡിഫറൻസ് എന്താ? പിന്നുള്ളത് സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ആണ്, അറേസ് ഡിറൈവ്ഡ് ആണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ. കണ്ടോ, സ്ട്രക്ചർ ഡെഫിനിഷൻ ഇങ്ങനെയാണ് സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതിന് സ്ട്രക്ട് എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ, സ്ട്രക്ട് എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡ്, സ്ട്രക്ട്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ടാഗ് ഇത് നമ്മൾ സ്ട്രക്ചറിന് കൊടുക്കുന്ന പേരാണ്.
നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. C++ൻ്റെ വേരിയബിളിന് പേര് കൊടുക്കാനുള്ള റൂൾസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ റൂളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പേരാണ് സ്ട്രക്ചർ ടാഗ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ പറയുന്ന ഈ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, ഇത് നമ്മൾ സാധാരണ ഡിക്ലറേഷനാണ്. ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ് വേരിയബിൾ ടു, അങ്ങനെ നമുക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും ഈ രണ്ട് ബ്രാക്കറ്റിനിടയ്ക്ക് പറയാം. ഈ ബ്രാക്കറ്റിനും ഈ ബ്രാക്കറ്റിനോടൊക്കെ പറയാം. ഏറ്റവും അവസാനം ഒരു സെമിക്കോൺ ഇട്ടാൽ കഴിഞ്ഞു. ഇങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. കണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറയാണ്. ഇനി ഈ രണ്ട് ബ്രാക്കറ്റിനകത്ത് പറയുന്ന ആ എലമെൻറ്റ്സ്, ആ ഐറ്റംസിനെ, ആ വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചർ എലമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ. ഇനി ഈ സ്ട്രക്ചർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏതെങ്കിലും ബേസിക് ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ വേറെ ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇത് ഇൻറ്റ്, ഫ്ലോട്ട്, ചാർ ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി, ഒരു സ്ട്രക്ചർ പോലെ ഒരെണ്ണം ഉണ്ടാക്കി, അതിൽ വേറെ പലതുണ്ട്, സ്ട്രക്ചർ ഉണ്ടാക്കി, അത് വേണമെങ്കിലും ആകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ മുമ്പോട്ട് എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. എന്തായാലും ഇത് നിങ്ങൾക്കറിയാം, ഡാറ്റ ടൈപ്പ് വരുന്നത്, ഇതിനകത്ത് വരുന്നത് എന്താണ്? ബേസിക് ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡോ ആയിരിക്കും. അതിൽ ബേസിക് ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. യൂസർ ഡിഫൈൻഡ് വരുന്ന എക്സാമ്പിളും അത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. കണ്ടോ? ഇപ്പം നമുക്ക് ഒരു സ്ട്രക്ചർ, അതിനകത്ത് നമുക്കൊരു ഡേറ്റ് ചെയ്യണം. 20/2/1997 ഇതാണ് നമുക്ക് ഡേറ്റ്. ഇത് നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ആക്കുമെന്ന് പറഞ്ഞുതരാം. നോക്കിയോ, അത് ഇങ്ങനെ എഴുതും. കണ്ടോ? സ്ട്രക്റ്റ്, നമ്മുടെ C++ലെ കീവേഡ് സ്ട്രക്റ്റ്. ഇനി ഡേറ്റ്, അതാണ് സ്ട്രക്ചർ ടാഗ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ കൊടുത്ത പേരാണ് ഡേറ്റ് എന്നുള്ളത്. കണ്ടോ? ഇനി അതിന് സ്ട്രക്ചറിൻ്റെ ബോഡി, അതിന് സ്റ്റാർട്ടിംഗ് ബ്രാക്കറ്റ്, എൻഡിങ് ബ്രാക്കറ്റ്. അതിനകത്ത് നമ്മൾ അതിനകത്തുള്ള ഓരോ എലമെൻറ്റും സ്ട്രക്ചർ എലമെൻറ്റും ഡിഫൈൻ ചെയ്യാണ്. ഇൻറ്റ് DD, ഞാൻ ഡേറ്റിന് DD എന്ന് കൊടുത്തേക്കുന്നത്, ഡേറ്റ്. ഇൻറ്റ് MM, മന്താണ്. ഇൻറ്റ് YY, ഇയറാണ്. കണ്ടോ? ഇങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിക്കോളൂ, സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് അത് വേണം. ഡേറ്റ് എന്നുള്ളത് സ്ട്രക്ചറിൻ്റെ പേര്, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേര് കൊടുക്കാം. നിങ്ങൾ പഠിച്ചേണ്ട കാര്യം C++ലെ വേരിയബിൾ ഫോം ചെയ്യുന്ന റൂള് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി അതിനകത്തുള്ള എലമെൻറ്റ്സ് ഏതെങ്കിലും ബേസിക് ഡാറ്റ ടൈപ്പ്, നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനെ. മനസ്സിലായല്ലോ? ഓക്കെ. ഇതിനകത്താണെങ്കിൽ എല്ലാം ഇൻറ്റ് ടൈപ്പാണ്. ഇനി ഞാൻ വേറെണ്ണം കൊടുക്കാം. നോക്കിയതാ, ഉണ്ടോ? സ്ട്രക്റ്റ് ഡേറ്റ് 2, ഇതിനകത്ത് ഇൻറ്റ് ഡേ, അതായത് ഡേ 1 മുതൽ 31 വരെ വരാൻ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് ഇൻറ്റ് കൊടുത്തു. ചാർ മന്ത് 10. അപ്പോൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇതിനകത്ത് മന്തിൻ്റെ പേരാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നമ്പറല്ല. 1 പറഞ്ഞ് ജനുവരി കൊടുക്കാൻ പറ്റത്തില്ല. ജനുവരി എന്ന് പറഞ്ഞാൽ ജനുവരി തന്നെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഐറ്റം ചാർ എന്താണ്? മന്ത് 10 എന്ന് പറയുമ്പോൾ മന്ത് ഈസ് ആൻ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ലെങ്ത് 10. 10 ക്യാരക്ടർ സൂക്ഷിക്കാവുന്ന ഒരു ക്യാരക്ടർ അറേയാണ് ഇപ്പോൾ മന്ത്. ഓക്കെ, നോക്കിക്കോ. ഇനി സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷൻ അടുത്ത് പറയാനുള്ളത്. സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷനിൽ എന്തായിരിക്കും സ്ട്രക്ചർ മെമ്മറി അലോക്കേഷൻ? ഞാനൊരു ക്ലാസ് എടുത്തായിരുന്നല്ലോ. ഓക്കെ, അതിന് ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് പറയാം. സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെ നോക്കിയോ. ഡിക്ലറേഷൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ പറയാം. സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ നമ്മൾ ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. വേരിയബിൾ സ്ട്രക്ചർ ഡേറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പം നമ്മൾ അതിൻ്റെ സിൻറ്റാക്സ് ആണ്, നമുക്കൊന്നെങ്കിൽ സ്ട്രക്റ്റ് എന്ന കീവേഡ് ഉപയോഗിക്കാം പ്രോഗ്രാമിനകത്ത്, എന്നിട്ട് സ്ട്രക്ചർ ടാഗ്, എന്നിട്ട് വേരിയബിൾ 1, വേരിയബിൾ 2, എത്ര വേരിയബിൾ 1 ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രക്റ്റ് എന്നുള്ളത് ഉപയോഗിക്കാതെ തന്നെ വെറുതെ സ്ട്രക്ചർ ടാഗ് മാത്രം ഉപയോഗിച്ചിട്ട്
നമുക്ക് വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ n കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ രണ്ട് മെത്തഡാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. നോക്കിയോ, എക്സാമ്പിൾ നോക്കിയോ. കണ്ട, നമ്മൾ നേരത്തെ കൊടുത്തതിൽ ഡേറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതുകൊണ്ടാ ഡേറ്റ് DOB, ടുഡേ. നമ്മൾ ഇൻഡ് A, B എടുക്കുന്ന പോലെ ഡേറ്റ് ആണ് നമ്മുടെ പുതിയ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ആ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് DOB. കഴിഞ്ഞിട്ട് വേറെണ്ണം ടുഡേ. അപ്പോൾ എന്താണ്, ഇതിനകത്തൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ ഈസ് ഓഫ് ടൈപ്പ് ഡേറ്റ്, യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ്. ടുഡേ എന്ന് പറഞ്ഞാലും അത് യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രക്റ്റ് ഡേറ്റിന് കൊടുക്കാം. സ്ട്രക്റ്റ് ഡേറ്റ് DOB, ടുഡേ അങ്ങനെ കൊടുക്കാം. കണ്ടോ. ഇനി വേറെ നോക്കിയേ, ഡേറ്റ് 2. ആ ടൈപ്പ് ഞാൻ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അഡ്മിഷൻ ഡേറ്റ് ആണ് ADM_date, ജോയിൻ ഡേറ്റ് join_date. ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഒരിക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്കറിയാമല്ലോ, ഓരോ ടൈപ്പ് വേരിയബിളിനും അതിൻ്റെ എത്ര സൈസ് ഉണ്ടെന്നുണ്ട്, അത്രയും സൈസ് മെമ്മറിയിൽ അലോക്കേറ്റ് ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഡേറ്റിന് നമ്മൾ 3 ഇൻറ്റിജറാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇൻറ്റ് DD, ഇൻറ്റ് MM, ഇൻറ്റ് YY. അത് 3 ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എത്ര സ്ഥലം എടുക്കും നോക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റ് DOB എന്ന് തൊട്ട് മുമ്പത്തെ സ്ലൈഡ് പറഞ്ഞു. നമ്മൾ ആ സ്ലൈഡ് എടുക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓരോ ഇൻറ്റിജറിനും, അതായത് ഇൻറ്റ് DD അത് 4 ബൈറ്റ് എടുക്കും. അത് മെയിൻലി ഡിപ്പെൻസ്. അത് മെയിനായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പല വ്യത്യാസം ഉണ്ടാകും. അത് മെയിൻലി അത് നമ്മുടെ കമ്പൈലർ ഡിപ്പെൻഡ് ആണ്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ വേർഡിൽ നിന്ന് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന GCCയിൽ ഇത് 4 ബൈറ്റ്സ് ആയിട്ട് പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് 4 ബൈറ്റ് എടുക്കും, ഓരോന്നും 4 ബൈറ്റ് എടുക്കും. അപ്പോൾ ആദ്യം ഡേയ്ക്ക് 4 ബൈറ്റ്, മന്തിന് 4 ബൈറ്റ്, പിന്നെ ഇയറിന് 4 ബൈറ്റ്. അപ്പോൾ 4 3 12 ബൈറ്റ് എടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ഇൻറ്റ് DD, ഇൻറ്റ് MM, ഇൻറ്റ് YY ഡേറ്റ് എന്നുള്ള ഇത് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ, അത്രയും സ്പേസ് എടുക്കും. അപ്പം നമ്മൾ വെറുതെ ഡേറ്റ് ടൈപ്പായിട്ട് ഡേറ്റ് DOB എന്ന് കൊടുത്താൽ DOB മെമ്മറിയിൽ ഇത്ര സ്ഥലം എടുക്കും. ഇനി രണ്ടാമത്തെ നോക്കിക്കോ. രണ്ടാമത്തെ നമ്മൾ ഡേറ്റ് 2 കൊടുത്തില്ലേ, അത്ര സ്ഥലം എടുത്ത് നോക്കിക്കോ. ആദ്യത്തെ ഡേയ്ക്ക് അത് 4 ബൈറ്റ്, അത് ഇൻറ്റ് ആയിരുന്നു. രണ്ടാമത്തത് നമ്മൾ മന്ത് 10 ബൈറ്റ്സ് കൊടുത്തിരുന്നത്. ക്യാരക്ടർ അറേയാണ് 10 ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, അത് 10 ബൈറ്റ്സ് എടുക്കും. മൂന്നാമത്തതിൽ ഇയർ അത് ഇൻറ്റാണ് കൊടുത്തിരുന്നത്, അത് 4 ബൈറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്താൽ അത് 4 + 10 + 4 അങ്ങനെ 18 ബൈറ്റ്സ് എടുക്കും മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഇതാണ് സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷൻ. ഇത് നിങ്ങൾക്ക് ഇത് ചോദിക്കാറുണ്ട്. അതായത് ഒരു സ്ട്രക്ചർ ചുമ്മാ അങ്ങ് പറയും, അത് 1 വേറാണ് ചോദിക്കുന്നത്. ഒരു സ്ട്രക്ചർ പറയും, സ്ട്രക്ട് ഒരു ഇതുപോലെ 3-4 വേരിയബിൾ അങ്ങ് പറയും. എന്നിട്ട് ഇത് എത്ര മെമ്മറി എടുക്കും എന്നൊരു ചോദ്യം ചോദിക്കും. എന്നിട്ട് 10 ബൈറ്റ്, 20 ബൈറ്റ്, 25 ബൈറ്റ് അങ്ങനെ 3-4 ആൻസർ വേണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഡേറ്റ ടൈപ്പൊക്കെ നോക്കുക. ഈ ഡേറ്റ ടൈപ്പിൻ്റെയൊക്കെ കൂടെ സൈസ് എല്ലാത്തിനെയും കൂട്ടിയെടുക്കുക. അങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നത്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഒരു സ്ട്രക്ചർ എന്നിട്ട് ഇത് മെമ്മറിയിൽ എത്ര സ്ഥലം എടുക്കും എന്ന് ചോദിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും സൈസ് കൂട്ടി എടുക്കുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. കോംപ്ലക്സ് നമ്പറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വായിക്കോ. കോംപ്ലക്സ് നമ്പർ ഒരു എക്സാമ്പിളാണ്. സ്ട്രക്ട് കോംപ്ലക്സ്. ഇപ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ്, കോംപ്ലക്സ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന പേര്. ആൻഡ് റിയൽ ഒരു ഷോർട്ട് ഇൻറ്റിജർ ആണ്, ഇമാജിനറി ഷോർട്ട് ഇൻറ്റിജർ ആണ്. നമ്മൾ കൊടുത്തേക്കുന്ന കാര്യം വലിയ നമ്പർ അല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ്, അത്ര സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. 4 ബൈറ്റ് എന്നാൽ 2 ബൈറ്റ് ആയിട്ട് കുറഞ്ഞ് കിട്ടും നമുക്ക്. ഇനി ആ ടൈപ്പ് 2 വേരിയബിൾ C1, C2 കണ്ടോ. അത് രണ്ടും എന്താണ്, C
C1 C2 എന്താണ് ഈസ് ഓഫ് ടൈപ്പ് കോംപ്ലക്സ് ആണ്. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം നോക്കിയാൽ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ സെമിക്കോൺ ഇട്ട് അവസാനിപ്പിക്കണേ ഇതല്ലേ, ഇവിടെ ഈ പോർഷൻ വെച്ചിട്ട് അല്ലേ, അതിന് പകരം ഇവിടെ C1 C2 എന്ന് എഴുതിയിട്ട് ഇവിടെ സെമിക്കോൺ ഇവിടെ ഇട്ടേക്കുന്നത് കണ്ടില്ലേ, സെമിക്കോൺ ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സ്ഥലത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുക, പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും മതി. രണ്ട് മെത്തേഡും പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ചില കേസിൽ വേണമെങ്കിൽ നമുക്ക് സ്ട്രക്ചറിൻ്റെ ടാഗ് കൊടുക്കാതെ ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ടാഗ് കൊടുക്കാതെ, സ്ട്രക്ചറിൻ്റെ പേര് കൊടുക്കാൻ പറ്റും. ഇതാ നോക്കിക്കോ, വെറുതെ സ്ട്രക്ചർ എന്ന് മാത്രം കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ടൈപ്പൊക്കെ പറയുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് EQN1 കണ്ട കോമ EQN2 രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്ക് EQN1ഉം EQN2 ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് EQN1ഉം EQN2 ഉപയോഗിക്കുന്നല്ലാതെ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ഒരു EQN3 ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ നേരത്തെ കേസിലാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് എവിടെ വേണമെങ്കിലും പറയാം ഡേറ്റ് D അല്ലെങ്കിൽ ഡേറ്റ് D5 എന്ന് പറയാം. അപ്പോൾ ആ സ്ഥലത്ത് ഡേറ്റിൻ്റെ ഒരു പുതിയ ഉണ്ടാവും, ഇൻസ്റ്റൻസ് ഉണ്ടാവും, പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ആകും. പക്ഷേ ഈ കേസിൽ നമുക്ക് സ്ട്രക്ചർ നമ്മൾ പേര് കൊടുത്തിട്ടില്ലാത്ത കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ വേറെ ആവശ്യമില്ല, തൽക്കാല ആവശ്യം മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഇതും ഇങ്ങനെയും പറയാൻ പറ്റും എന്നറിഞ്ഞിരിക്കുക. ഇനി വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ആണ്. നമ്മൾ അറിയാലോ, നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാതെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ഇൻറ്റ് എ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എയുടെ വരെ 10 ആയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വോയിഡ് ഇൻറ്റ് മെയിൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റ് എ ഈസ് ഇക്വൽ ടു 10 എന്ന് പറയാറില്ലേ, എന്ന് പറയാറുണ്ടല്ലോ. ഇൻറ്റ് എ ഈസ് ഇക്വൽ ടു 10 പഴയ ബുക്ക് എടുത്ത് മറിച്ച് നോക്കും കേട്ടോ. ഇൻറ്റ് എ ഈസ് ഇക്വൽ ടു 10 എന്ന് ഡിക്ലെയർ ചെയ്യാം. എന്ന് വെച്ചാൽ എ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ 10 ആയിട്ട് അസൈൻ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചറിനും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നോക്കിക്കോ സ്ട്രക്ചർ ടാഗ്. അതായത് നമ്മുടെ ഡേറ്റ് എന്ന് വിചാരിക്കുക, ഡേറ്റ് എന്നെ വേരിയബിൾ ഈസ് ഈക്വൽ ടു എന്നിട്ട് കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് കേളി ബ്രാക്കറ്റ് വേണം. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് അങ്ങോട്ട് കോമയിട്ട് അങ്ങോട്ട് നേരെ എഴുതുക. അത്രേ ഉള്ളൂ കാര്യം. കണ്ടോ, അത്രേ ഉള്ളൂ കാര്യം. എക്സാമ്പിൾ നോക്കുക, ഡേറ്റ് അതാണ് നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ടൈപ്പ് ടാഗ്. കണ്ടോ, ആ ടൈപ്പ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ D. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, DD ഡേറ്റ്, MM മന്ത്, YY ഇയർ ഞാൻ കൊടുക്കുകയാണ്. ഇതാ 04, 08, 2020 എന്ന് പറയുമ്പോൾ 04 DDക്ക് പോവും, 08 MM-ന് പോവും, 2020 എന്നുള്ളത് YYക്ക് പോവും. നമ്മുടെ ഡേറ്റ് 2 ഒബ്ജക്റ്റ് ഓർക്കുന്നുണ്ടല്ലോ, ഡേറ്റ് 2 ആ ടൈപ്പ് ഒരു വേരിയബിളാണ് DOB. അതിങ്ങോട്ട് പോകുന്ന നോക്കി, അത് ആ ടൈപ്പിൽ 04, ഡബിൾ കോട്ട്സിൽ ഓഗസ്റ്റ്, 2020. ഇപ്പോൾ എന്ത് പറ്റും, ഈ കേസിലാണെങ്കിൽ നിങ്ങൾ സ്ലൈഡ് പുറകോട്ട് മറിച്ച് നോക്കിയാൽ മതി, കാണാൻ പറ്റും. 04 എന്നുള്ളത് ഡേയ്ക്ക് പോവും അല്ലേ, ഓഗസ്റ്റ് എന്നുള്ളത് മന്തിൻ്റെ ക്യാരക്ടർ അരിയാണ് കൊടുത്തേക്ക് നമ്മളോട്, അങ്ങോട്ടേക്ക് പോവും. 2020 എന്നുള്ളത് ഇയറിലേക്കും പോവും. അപ്പോൾ ഇങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇത് തെറ്റിപ്പോയാൽ സ്ട്രക്ചർ തോന്നിയ പോലെ പെരുമാറും. അപ്പോൾ ന്യൂമറിക് വാല്യൂ കൊടുക്കുന്നിടത്ത് കൊടുക്കുന്നത് ന്യൂമറിക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും. സ്ട്രിങ് കൊടുക്കുന്നിടത്ത് ന്യൂമറിക് കൊടുത്താൽ അത് അത്ര പ്രശ്നം കാണിക്കത്തില്ല, എന്നാലും അതും നമ്മുടെ പ്രോഗ്രാമൊക്കെ തെറ്റും. ഇനി കൊടുക്കേണ്ടതിന് എല്ലാം വാല്യൂ ആദ്യം കാണുന്ന വാല്യൂ ആദ്യം കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 04 കഴിഞ്ഞിട്ട് 2020 എഴുതി വിചാരിച്ചോ, ഓഗസ്റ്റ് എഴുതിയില്ല വിചാരിച്ചോ, 08 എഴുതിയില്ല വിചാരിച്ചോ, അതെന്ത് പറ്റും, 04 ഡേയ്ക്ക് എടുക്കും, 2020 എന്നുള്ളത് മന്തിനെടുക്കും, ഇയറിന് 0 കൊടുക്കും. അത് ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡേറ്റ് D ഈസ് ഈക്വൽ ടു 04, 08, 2020 എടുത്തില്ലേ, അതിനകത്ത് നിങ്ങൾ 2 വാല്യൂ മാത്രമേ കൊടുത്തുള്ളൂ വിചാരിക്കുക. നിങ്ങൾ 08 ഓഗസ്റ്റിൻ്റെ കോഡായിട്ടുള്ള 08 കൊടുക്കാൻ വിട്ടുപോയി. നിങ്ങൾ 04, 2020 കൊടുത്തു, മൂന്നാമത്തെ കൊടുത്തുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്താൽ ഈ 04 എന്നുള്ളത് ആദ്യത്തെ വേരിയബിൾ, അത് നേരെ
ആദ്യം ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ഏതാണ് അങ്ങോട്ട് പോകും. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡേ ആണ്, ഡി ആണ്, ഡേക്കുള്ളത് അങ്ങോട്ടേക്ക് പോകും. രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് 2020 ആണ്. എന്നാലും നമ്മൾ ഇവിടെ ഇയർ ആണ് ഇട്ടേക്കുന്നത്, പക്ഷേ നമ്മൾ അവിടെ രണ്ടാമത് ഡിക്ലെയർ ചെയ്യുന്നത് മന്താണ്. അതുകൊണ്ട് മന്തിലേക്ക് 2020 അങ്ങ് പോകും. മൂന്നാമത്തെ വാല്യൂ എൻ്റർ നമ്മൾ വിട്ടുപോയി എന്ന് വെച്ചാൽ അവിടെ ഇയർ 0 ആയി പോകും. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിന് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കാണുന്ന വാല്യൂ ആദ്യമുള്ള വേരിയബിൾ അസൈൻ ചെയ്യും. എന്നിട്ട് ഏതിനെങ്കിലും വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ന്യൂമറിക് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിട്ടും ടൈപ്പ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് നള്ളായിട്ടും വരും. ഓക്കെ, മനസ്സിലായല്ലോ? ടൈപ്പ് ഇതിൻ്റെ നമ്മൾ ഏതിനെങ്കിലും ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതിനെങ്കിലും വാല്യൂ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പ് ന്യൂമറിക് ആണെങ്കിൽ അത് 0 ആയിട്ടും അതിൻ്റെ ടൈപ്പ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് നൾ ക്യാരക്ടർ ആയിട്ടും വരും. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രക്ചറിനെ വേറെ സ്ട്രക്ചറിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു ഡേറ്റ് D1, D2 രണ്ട് ഡേറ്റ് ആണ്. അതിന് നമ്മൾ D1ലേക്ക് മാത്രം വാല്യൂ റീഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ D2 = D1 എന്ന് പറഞ്ഞാൽ D1ൽ നമ്മൾ റീഡ് ചെയ്ത വാല്യൂ ഒക്കെ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ആയിട്ട് D1ലേക്ക് വരും. മനസ്സിലായോ? അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ വേരിയബിൾ DOB ആണ്, ഡേറ്റ് ടൈപ്പാണ്, DOB ആണ് വേരിയബിൾ നെയിം. അതിനകത്ത് നമ്മൾ ഒരു വാല്യൂ റീഡ് ചെയ്യാണ്. ഇപ്പോൾ 5/4/2000 എന്ന് വിചാരിക്കുക. 5/4/2000 കുറേ കഴിഞ്ഞിട്ട് പുതിയൊരു വേരിയബിൾ വന്നു, എക്സ് ഓഫ് ടൈപ്പ് ഡേറ്റ്. എക്സ് = DOB എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എക്സിനകത്ത് വരുന്ന വാല്യൂവും DOBയിലുള്ള വാല്യൂവും സെയിം ആയിരിക്കും. ഇനി എക്സിനകത്തുള്ള DDക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ 5, എക്സിനകത്തുള്ള മന്തിനകത്ത് 4, എക്സിനകത്തുള്ള ഇയറിനകത്ത് 2000 ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് അസൈൻ ചെയ്ത് പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഒരു സ്ട്രക്ചർ എലമെൻ്റ് എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത്. നമ്മൾ അറേയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ്. അതായത് ആദ്യത്തെ പൊസിഷനുള്ളത് 0, രണ്ടാമത്തത് 1, മൂന്നാമത്തത് 2, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അല്ലേ? ഇതങ്ങനെയല്ല. ഇത് നമ്മൾ നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് എലമെൻറ്റ് നെയിം എന്നാ റെഫർ ചെയ്യുക. അതായത് നമ്മൾ ഡേറ്റ് ആണ് നമ്മുടെ സ്ട്രക്ചർ ടാഗ്. ആ ഡേറ്റ് ടൈപ്പിൽ നമ്മൾ ഒരു DOB എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി. അല്ലെങ്കിൽ നിങ്ങൾ മറിച്ച് നോക്കിയാൽ നമ്മൾ ടുഡേ നമ്മൾ ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഇനി today.dd എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആയി, today.mm എന്ന് പറഞ്ഞാൽ മന്തായി, today.yy എന്ന് പറഞ്ഞാൽ ഇയർ ആയി. അങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡേറ്റ ഐറ്റം എടുക്കുന്നത്. അത് നമുക്ക് റീഡ് ചെയ്യാനും ഒക്കെ പറ്റും. സി ഇൻ D2.year, D2ലെ ഇയർ മാത്രം റീഡ് ചെയ്യുക. C out D.month, ഡിക്കകത്തെ മന്ത് മാത്രം പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടും എക്സാമ്പിൾ കാണുമ്പോൾ ഓക്കെ ആവും. അതിന് നമുക്ക് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം, അപ്പോഴത്തേക്ക് ക്ലിയർ ആവും.